വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയാലും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് കുറേ പേർക്ക് മെഡിക്കൽ കോഡിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എൻ്റെ ഒരു ക്ലാസ് വേണം അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രീ വെബിനാർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു നമ്മൾ ഫ്രീ വെബിനാർ വെനസ്ഡേ 2:00 to 3:00 ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെബിനാറിൽ ഓൾമോസ്റ്റ് 56 സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്കൊരു 100 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 56 സ്റ്റുഡൻസ് ആണ് അതിന് അവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ കോഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്തതോടുകൂടി മെഡിക്കൽ കോഡിങ്ങിലുള്ള എല്ലാ ഡൗട്ട്സും അവർക്ക് മാറിയെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ വെബിനാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാനിത് ഇപ്പൊ നമ്മൾ സെഷൻ തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് അതിന് നമ്മൾ തരും. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ പറയണത് ഓഡിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജ് ചെയ്ത് പറയാം. ഓഡിബിൾ അല്ല, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. മൈസെൽഫ് മുബീന, CPC സർട്ടിഫൈഡ് ആണ്, മെഡിക്കൽ കോഡർ ആണ്, ദെൻ BTech ഗ്രാജുവേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയാം, നമ്മൾ ഇൻഡസ് എഡ്യൂക്കേഷൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നമ്മൾ ഈ കുറേ പേര് LFEന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. കുറേ പേര് അതല്ലാതെ നമ്മൾ പേഴ്സണലി വിളിച്ച് കോണ്ടാക്ട് ചെയ്ത ആൾക്കാരുണ്ട്. ആദ്യം നമ്മൾ ഇൻഡസ് എഡ്യൂക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. എന്താണ് ഇൻഡസ് എഡ്യൂക്കേഷൻ, എവിടെയാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ സർവീസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇൻഡസ് എഡ്യൂക്കേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് കളക്ട്രേറ്റ് റോഡിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ കോഡിംഗ് എന്നാണ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്, അത് BCom കഴിഞ്ഞ കുട്ടികൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ കോഴ്സസ് ഒന്നും ഞാനിപ്പോൾ പറയണില്ല. നമ്മൾ ചെയ്യുന്ന സർവീസസ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ടോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എൻട്രൻസ് ഉണ്ട്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സർവീസസ് ആണ്. പിന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എബ്രോഡോ പിന്നെ അതേപോലെ തന്നെ അഡ്മിഷൻസ് കാര്യങ്ങൾ, അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും +2 കഴിഞ്ഞ കുട്ടികൾക്ക്, അത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും അവർക്ക് ഹയർ സ്റ്റഡീസിനുള്ള ഒരു ഹെൽപ്പ്, ഇത്രയും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, UK അതേപോലെ UK MBA, അതേപോലെ നിങ്ങൾ MBBS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അവർക്കുള്ള സർവീസസ്, ഇത്രയും സർവീസസ് ആണ് നമ്മൾ ഇൻഡസ് എഡ്യൂക്കേഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ പോണ മെഡിക്കൽ കോഡിംഗ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താണ് മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ അഥവാ ഡയഗ്നോസിസിനെ ഒരു ആൽഫ ന്യൂമറിക് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫീവർ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഒരു കോഡ് E11.9 ആണ് അസ്യൂം ചെയ്യും. അപ്പോൾ ഈ പറയുന്നത് എന്താ, ഒരു ആൽഫബറ്റ് ആണ് അല്ലേ. 11 പറയുന്നത് എന്താ, ഒരു നമ്പറാണ്. അപ്പോൾ ഒരു അസുഖത്തിനെ ഇങ്ങനെ കോഡാക്കി മാറ്റണേന്ന് പറയണതാണ് മെഡിക്കൽ കോഡിംഗ്. ചിലപ്പോൾ ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സിലാവാത്തതുണ്ടാവും. പക്ഷെ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഫയൽ ഉണ്ടാവും ഇല്ലേ. ആ ഫയൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതേപോലെ ഡോക്ടർമാർ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും.
ഈ അസുഖങ്ങളെയും പ്രൊസീജിയേഴ്സിനെയും ഇതേപോലെ ഒരു കോഡഡ് ഫോമാക്കി മാറ്റണേന്ന് പറയുന്നതാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ മെഡിക്കൽ കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, കമ്പനീസ്, പിന്നെ അതേപോലെ തന്നെ ഈ ക്ലിനിക്കുകൾ, പിന്നെ ഈ ഡോക്ടേഴ്സ്, നഴ്സസ് വരെ ഈ കോഡിങ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും കോഡിങ് ആയപ്പോൾ ഡോക്ടേഴ്സ്, ഞാൻ ഇടയ്ക്ക് സ്റ്റക്കാവണ വേറെ ഒന്നല്ല, കുറേ പേര് വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ സ്റ്റക്കായി പോണത്. അപ്പോൾ അതിൽ വരുന്ന സ്റ്റക്കിൽ വരുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എന്തായിരുന്നു, ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഇൻഷുറൻസ് കമ്പനീസ്, ഇത്രയും സ്ഥലത്ത് നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും ഈ മെഡിക്കൽ കോഡിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കോവിഡായിട്ട് നമുക്ക് എല്ലാവർക്കും കോവിഡായിട്ട് എന്താണ്, എല്ലാവരും കുറേ പേര് ജോബ് പോയിട്ടുണ്ട്, കുറേ പേര് ഇനി ജോബ് റിക്കവർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, കുറേ പേര് ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ആ കേസസിലും പിടിച്ചു നിന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ്ങിന് അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ എപ്പിസോഡ്സ് കമ്പനി, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ 24-ാം തീയതി ചെന്നൈ എപ്പിസോഡ്സ് കമ്പനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നോൺ ലൈഫ് സയൻസ് ഡിഗ്രി അഥവാ BCom, BBA, BTech അങ്ങനെയുള്ള ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് CPC, ഇതിനൊരു എക്സാം ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇതിനൊരു എക്സാം ഉണ്ട്, CPC സർട്ടിഫൈഡ് ആണ്. അതേപോലെ ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ CPC എക്സാം എഴുതാതെയും അവർക്ക് ജോബിന് എൻ്റർ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 75 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്നും ബാക്കിയുള്ള സ്റ്റുഡൻസും ചെന്നൈയിൽ നിന്ന് വരെ സ്റ്റുഡൻസും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 31 പേർക്ക് ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഇൻ്റർവ്യൂ വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. അത് നമുക്കായാലും അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം നമ്മൾ വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെയും അവർക്ക് ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് ചെയ്തിട്ടും കൂടി ആവില്ല, പുറത്തുനിന്നുള്ള പിള്ളേർക്ക് ഇവിടെ ജോബ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ ഫസ്റ്റ് എന്താണ് ഇതിൽ PPT എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. ഇൻഡസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അത് ഓൾറെഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. നമ്മളെന്താണ് ഇൻഡസ് എഡ്യൂക്കേഷന്, ഫോറൻസിക്, ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്, മെഡിക്കൽ കോഡിങ്, പിന്നെ അതേപോലെ ഇൻഡസ് ആർക്കിടെക്ചറിൻ്റെ ആർക്കിടെക്ചർ വർക്ക് ഉണ്ട്, എൻട്രൻസ് ഉണ്ട്. പിന്നെ അതേപോലെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ, UK മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ, അതേപോലെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് കേരള, ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, അബ്രോഡ് അഡ്മിഷൻസും, പിന്നെ അതേപോലെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് UK MBA, ഇത്ര +2 കഴിഞ്ഞ കുട്ടികൾക്ക് എൻട്രൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് വിത്ത് അസ് എന്താണ്, നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോണ സർവീസസ് എന്തൊക്കെയാണ്. നമ്മൾ തന്നെ നിങ്ങൾക്ക് കോഴ്സ് പഠിപ്പിച്ചു തരും. ഈ മെഡിക്കൽ കോഡിങ്, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെഡിക്കൽ കോഡിങ് നമ്മൾ കോഴ്സ് പഠിപ്പിച്ചു തരും. അതിൽ നോൺ ലൈഫ് സയൻസ് ഡിഗ്രി CPC സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നോർമലി എല്ലാവരും നിങ്ങൾക്ക് പറയും 100% ജോലിയാക്കി തരാം, അങ്ങനെ ആക്കി തരാം, ഇങ്ങനെ ആക്കി തരാം. അതൊന്നും ഞാൻ ഒരു കാര്യങ്ങളോ അങ്ങനെ ഞാൻ പറയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചെന്നൈ പോലുള്ള ഒരു കമ്പനിയിൽ ഓൾറെഡി നമുക്ക് ടൈപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നോൺ ലൈഫ് സയൻസ് ഡിഗ്രി CPC സർട്ടിഫൈഡ് ആണ്. ലൈഫ് സയൻസ് ഡിഗ്രി CPC സർട്ടിഫൈഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ലൈഫ് സയൻസ് ഡിഗ്രിക്കാർക്ക് ജോബിന് കയറിയതിന് ശേഷം ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ, കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. ചിലപ്പോൾ കമ്പനീസ് ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ട് CPC എക്സാം എഴുതിപ്പിക്കും. ക്ലിയർ അല്ലേ? വോയിസ് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ് പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ അക്കാഡമിക്സ് പരമായിട്ടുള്ള സർവീസസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. CPC എക്സാം എന്താണെന്ന് കുറേ നേരമായി CPC പറയുന്നത്.
ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പേടിക്കേണ്ട, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ റിയാലിറ്റി അറിയാം. ഞാൻ മെഡിക്കൽ കോഡേഴ്സിൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പം എവിടെയൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ കേസിന് മെഡിക്കൽ കോഡിങ്ങിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കേരളത്തിലായാലും പുറത്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഈ കോഡിങ് പ്രൊഫഷൻ കഴിഞ്ഞാലും നമ്മൾ എവിടെയായാലും ജോലി ചെയ്യും എന്നുള്ളൊരു, അത് നിങ്ങൾക്ക് വേണ്ടിയ ഒരു കാര്യമാണ്. എവിടെയായാലും നിങ്ങൾ ജോലി ചെയ്യും കോഡിങ് കഴിഞ്ഞാൽ, അത് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്, ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. ഈ BTech പ്രൊഫഷൻ വിട്ടിട്ട് ഒരു 3.5 മാസ കോഴ്സിൽ ഞാൻ ഒതുങ്ങി കൂടണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അത് അത്രയും നമുക്ക് ഈ ഒരു 3.5 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അനദർ പ്രൊഫഷണൽ ഡിഗ്രി നമ്മൾ കയ്യിൽ കിട്ടുന്ന കോഴ്സ്. അത്രയും നമുക്ക് വാല്യുബിൾ ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഫ്യൂച്ചർ ഞാനൊന്നും പറയുന്നില്ല, ഫ്യൂച്ചർ നമുക്ക് ലൈഫിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പോൾ കോവിഡ് വന്നു, അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ല. പക്ഷെ കോവിഡ് കൊണ്ട് മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷനിൽ ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള ഫീൽഡൊക്കെ തകർന്നു പോയി. അത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ ഇപ്പോഴത്തെ കേസിന് ജോബ് ഉണ്ട്. ഒരു മെയ് ജൂൺ ഒക്കെ വരെയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ നിങ്ങളെ പ്ലേസ് ചെയ്ത് തരാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെന്നൈയിലൊക്കെ കേട്ടോ. ഇപ്പം അത്രയും വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് വിത്ത് അസ്. നിങ്ങൾ നമ്മളെ കൂടെ നിന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകണമെന്നുള്ളത്, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകണമെന്നുള്ളതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ കോഴ്സസ് എന്തൊക്കെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്? മെഡിക്കൽ കോഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത്രയും ഇപ്പോൾ 7 ബാച്ച് റണ്ണിങ് ആണ്. ഇപ്പോൾ റണ്ണിങ് ബാച്ചസ് ആണ് കേട്ടോ പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ചിലവർ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടുണ്ടാവും. മെഡിക്കൽ കോഡിങ്ങിന് നമ്മൾ കഴിഞ്ഞ 29-ാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇനി അഡ്മിഷൻ പോസിബിൾ അല്ല. ഓൾമോസ്റ്റ് 14 സ്റ്റുഡൻസ് അതിൽ ഉണ്ട്. അപ്പോൾ ഇനി അവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസമായി, അതിൽ ഇനി പോസിബിൾ അല്ല. നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഉള്ളത്. ആ നെക്സ്റ്റ് ബാച്ച് അതിനുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇപ്പോൾ റണ്ണിങ് ആണ്. പിന്നെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സൺഡേ ബാച്ച്. കുറേ പേർക്കുണ്ട്, ചെറിയ ബേബീസ് ഉള്ള ആൾക്കാർ, അവർക്ക് പിന്നെ അതേപോലെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൺഡേ ബാച്ച് ഏപ്രിൽ 2nd വീക്കിൽ സ്റ്റാർട്ട് ചെയ്ത് അത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ആ ഒരു ദിവസം അങ്ങനെ ആകുമ്പോൾ 6 മന്ത് ആവും നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് മെഡിക്കൽ ടെർമിനോളജി ആൻഡ് അനാട്ടമി, അത് 1 മാസം ഉണ്ടായിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് ICD. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ICDയുടെ ബുക്ക് മീൻസ് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അനാട്ടമിയുടെ ബുക്ക്, ICDയുടെ ബുക്കൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ പേർക്ക് ടൈം ഇല്ലാത്തവരുണ്ടായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ടൈം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് ടൈമുള്ളവർ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഞാൻ ബുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ICD സെക്കൻഡ് സബ്ജക്റ്റാണ് ICD. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അസുഖങ്ങൾ കോഡ് ചെയ്യുക, ഡയഗ്നോസിസിനെ കോഡ് ചെയ്യുക, ഫീവർ, പിന്നെ അതേപോലെ ഡയബറ്റീസ്, അങ്ങനെ നമുക്കുള്ള ഓരോ അസുഖത്തിനെ കോഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സബ്ജക്റ്റായ ICD പറയുന്നത്. ICDയുടെ അബ്രിവേഷൻ പറയുന്നത് ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇതാണ് ICD പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ CPT പറയും. കറന്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, കറന്റ് പ്രൊസീജറൽ ടെർമിനോളജി. CPT കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചക്ഷൻ പറയണ എന്താ? നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലേ? അതേപോലെ ലാപ്രോസ്കോപ്പി പറയണ എന്താ? അതും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഈ പ്രൊസീജിയേഴ്സിനെ ഇതേപോലെ കോഡാക്കി കൺവേർട്ട് ചെയ്യണതിന് പറയണതാണ് മൂന്നാമത്തെ സബ്ജക്റ്റായ CPT പറയുന്നത്. ഇങ്ങനെ 3 സബ്ജക്റ്റാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അതല്ലാതെ HIPPICS എന്ന് പറയും, HCPCS. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിമിംഗ് പ്രോസസ്സ് ഫാസ്റ്റിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ മെഡിക്കൽ കോഡ്, അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് HIPPICS എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും സബ്ജക്റ്റുകളാണ് ഇതിൽ വരുന്നത്.
ഈ CPC എക്സാമിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്കിനാണ് വരിക, എങ്ങനെയാണ് വരിക, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ആ സെഷനിൽ പറഞ്ഞു തരാം. ഓക്കെ, സിലബസ് ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ഇത്ര എഴുതി വെച്ചാൽ ഇതിലുള്ള പോലെ എഴുതണമെന്നില്ല. ഫസ്റ്റ് അനാട്ടമി, സെക്കൻഡ് സബ്ജക്റ്റ് ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ഡയഗ്നോസിസ് കോഡ് ചെയ്യുക. മൂന്നാമത്തെ സബ്ജക്റ്റ് CPT പ്രൊസീജിയേഴ്സ് കോഡ് ചെയ്യുന്നത്. നാലാമത്തെ ഹിപ്പിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. സിലബസ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താണ് AAPC? ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു കോഴ്സല്ല, അമേരിക്കയിൽ നിന്നുള്ള കോഴ്സാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് ആണ് ഈ കോഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഇത്ര ഈസി ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ ഈ സിലബസിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് പറയുന്നതാണ് മെയിൻ എക്സാം. ഫസ്റ്റ് തന്നെ CPC. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ CPC പാസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫഷൻ പറയുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. മനസ്സിലായോ? സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡറാണ് നമ്മൾ CPC പാസ് ആയിട്ട് നമ്മളെ പ്രൊഫഷൻ പറയുന്നത്. അതൊരു വലിയ പ്രൊഫഷനാണ്. ഇപ്പം എൻ്റെ പ്രൊഫഷൻ പറയുന്നത് വെച്ചാൽ BTech CPC സർട്ടിഫൈഡ്, മെഡിക്കൽ കോഡർ CPC സർട്ടിഫൈഡ്. ഇതാണ് എൻ്റെ ഒരു പ്രൊഫഷൻ. അത് പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് മീൻസ് BTechനെക്കാട്ടും കുറച്ചും കൂടി മുൻ നിൽക്കുന്ന പ്രൊഫഷനാണിത്. കാരണം ഇപ്പം നല്ല വാല്യുബിൾ ആണ്. പിന്നെ നമുക്ക് പറയുമ്പോഴായാലും അതിൻ്റെ ജോബിൻ്റെ കാര്യങ്ങളിലായാലും നമുക്കൊരു വില കിട്ടും ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഉണ്ടാവും. ഇനി ഇതാണ് CPC ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. മറ്റേ താഴത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നോക്കണമെന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇപ്പം ഇതിൽ തന്നെ ഓരോ കാറ്റഗറി CPCയിൽ ചില കമ്പനീസിന് ഇതല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. സർട്ടിഫൈഡ് ഔട്ട് പേഷ്യൻ്റ് കോഡർ, OP പേഷ്യൻറ്റിനെ മാത്രം കോഡ് ചെയ്യണ കോഡർ. OP പേഷ്യൻറ്റ് കോഡ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാം ഒരു പേഷ്യൻ്റ് വന്നാൽ ചിലപ്പോൾ ആ പേഷ്യൻ്റ് OP പേഷ്യൻ്റ് ആവും. OP പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ വന്ന് പോണ പേഷ്യൻ്റ്, ഡോക്ടറെ ജസ്റ്റ് കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻ്റ്. ആ കോഡേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണേന്ന് പറയാൻ COC സർട്ടിഫൈഡ് ഔട്ട് പേഷ്യൻ്റ് കോഡർ. അതല്ല IP പേഷ്യൻ്റ്, ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയ പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. അഡ്മിറ്റഡ് പേഷ്യൻ്റെ കോഡർ എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ഇൻ പേഷ്യൻ്റ് കോഡർ. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പറഞ്ഞാൽ ആർക്കും തല കയറില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ CPC സർട്ടിഫൈഡ് പ്രൊഫഷൻ. അപ്പം നമുക്ക് എടുക്കേണ്ട സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CPC ആണ്. ഇനി ആ CPCനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. എന്താണ് CPC എക്സാം? ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ CPC എക്സാം എഴുതാതെയും ഇന്ത്യയിൽ വർക്ക് ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പം തന്നെ പറയുന്നത്, ഇപ്പോൾ ഒരു ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് സുവോളജി കുട്ടിയുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടി സർട്ടിഫൈഡ് ആയിട്ടില്ല. വേറൊരു സുവോളജി കുട്ടിയുണ്ട്, മെഡിക്കൽ കോഡ് മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഇവർ രണ്ടാളും ഇൻ്റർവ്യൂവിന് വന്നാൽ ആർക്കാ കിട്ടുക? സുവോളജി പ്ലസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഡ് അല്ല, CPC എടുത്ത ആൾക്കാർക്കാണ് പ്രിഫറൻസ് ഉണ്ടായിരിക്കുക. പക്ഷെ അതല്ലാതെയും ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള ലൊക്കേഷനിൽ അവിടെ അത്രയും വേക്കൻസീസ് ഉണ്ട്. അപ്പം നമുക്ക് വന്ന കമ്പനിക്ക് ഇനിയും അവർക്ക് 500+ വേക്കൻസി ഉണ്ട് മെഡിക്കൽ കോഡേഴ്സ്. കാരണം അത്രയും കോഡേഴ്സിന് ഇപ്പോൾ അത്യാവശ്യമുണ്ട്. ഇൻഷുറൻസ് ക്ലെയിമിങ്ങിനായാലും കാര്യങ്ങൾക്കായാലും ഇപ്പോൾ അത്രയും അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒരു ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള ലൊക്കേഷനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യേണ്ടത് തികച്ചും നിങ്ങളുടെ പേഴ്സണൽ ഡ്യൂട്ടി ആണ് കേട്ടോ. അവിടെ നിങ്ങൾ മര്യാദക്ക് പെർഫോം ചെയ്തില്ല, അത് നിങ്ങളുടെ പ്രശ്നം മാത്രമാണ്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇന്റർവ്യൂവിൻ്റെ ഒരു ടിപ്സ് പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ CPC കേസ് എന്ന് പറയുന്നത് ലൈഫ് സയൻസ് ഡിഗ്രി ആണെന്ന് വെച്ചാൽ അവർ CPC എഴുതാതെയും അവർക്ക് ജോബിന് കയറാം. പക്ഷെ നോൺ ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്, BA BCom അങ്ങനത്തെ കുട്ടികളാണ് CPC നിർബന്ധമായിട്ട് എഴുതാം. ഈ CPC എക്സാം നമ്മൾ എവിടെ പോയിട്ടാണ് എഴുതാൻ പോകുന്നത്? CPC നമ്മൾ എഴുതാൻ പോകുന്നത് മെയിനായിട്ട് കൊച്ചിയിലാണ്. നാട്ടിൽ, കേരളത്തിൽ എവിടെയുള്ള ആൾക്കാരായാലും നാട്ടിൽ നമ്മൾ കൊച്ചിയിൽ പോയിട്ട് എക്സാം എഴുതാം. ആ എക്സാമിന് നമുക്ക് ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഈ കോഴ്സ് കഴിഞ്ഞ് അനാട്ടമി ആയാലും ICD ആയാലും CPT ആയാലും എക്സാമിന് ഒരു ദിവസം ബുദ്ധിമുട്ട്. കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർ എപ്പോഴാണോ ഫിനാൻഷ്യലി കേപ്പബിലിറ്റി ഉള്ളത് അപ്പോഴാണ് ഡേറ്റ് എടുക്കുക. അത് ഒരു മാസം മുന്നേ നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ എടുത്തു തരും.
5 മണിക്കൂർ 40 മിനിറ്റാണ് ഇതിൻ്റെ എക്സാം. OMR ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഓപ്പൺ ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം എന്ന് പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ഇനി എല്ലാ ഗൾഫിലേക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യുക. UAE-ലാണെന്ന് വെച്ചാൽ അബുദാബിയിൽ സെൻറ്റർ ഉണ്ട്. അതല്ല, ചെന്നൈയിലുള്ള ആൾക്കാരുണ്ട്, ചെന്നൈയിൽ സെൻറ്റർ ഉണ്ട്, ബാംഗ്ലൂർ സെൻറ്റർ ഉണ്ട്, ഹൈദരാബാദ് സെൻറ്റർ ഉണ്ട്, മുംബൈ സെൻറ്റർ ഉണ്ട്. ഇത്രയും സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും സെൻറ്റേഴ്സാണ് നമുക്ക് നിലവിലുള്ളത്. പിന്നെ ഓൺലൈനായിട്ട് എക്സാം അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നത്, പക്ഷെ അതിൽ കാര്യമില്ല. നിങ്ങൾ മാക്സിമം സെൻറ്റേഴ്സിൽ പോയിട്ട് എഴുതുക. കാരണം നമ്മൾ ഇത്രയും വലിയൊരു എക്സാമിന് നമ്മൾ സെൻറ്ററിൽ പോയിട്ട് തന്നെ എഴുതണം. അല്ലെങ്കിൽ നമുക്കെന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്കൊരു നെറ്റ് പ്രോബ്ലം വന്നാൽ നമുക്കത് പിന്നെ ലൈഫിൽ തന്നെ നഷ്ടമായിരിക്കും. അപ്പോൾ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും അറിയില്ല. അവർ ബുക്കും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തരും. ഓപ്പൺ ബുക്കാണ്. അതിനുള്ള ഫീസ് മാത്രം നമ്മൾ എക്സ്ട്രാ നമ്മൾ അടച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഹൂ ഓൾ ക്യാൻ ഡു. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിഗ്രി കാൻഡിഡേറ്റ്സ്, ഡിഗ്രി ഇത് കഴിഞ്ഞ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാം. ഡിഗ്രി ഭാവിയിൽ പഠിക്കാൻ പോണ കുട്ടികൾക്ക് ചെയ്യാം. +2 സയൻസ് ആണെന്നുണ്ടെങ്കിൽ. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാം. ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞ കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാം. അല്ല, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ ചെയ്യാം. ആഫ്റ്റർ ഓൾ അവർ ജോബിന് പോകുമ്പോഴത്തേനും ആ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഏത് ഡിഗ്രി ആയാലും. നോൺ ലൈഫ് സയൻസ് ഡിഗ്രി CPC മസ്റ്റ്, ലൈഫ് സയൻസ് ഡിഗ്രി CPC വേണ്ട. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കിടക്കാം കേട്ടോ. ജോബ് ഡ്രൈവ് ഹെൽഡ് അറ്റ് ഇൻഡസ് എഡ്യൂക്കേഷൻ. അതിൽ നിങ്ങൾക്ക് വേണം വായിച്ച് നോക്കാം. ഇവിടെ മെയിനായിട്ട് 200 രജിസ്ട്രേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കോവിഡ് ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രീ രജിസ്ട്രേഷനാണ്. ആരെയൊന്നും ഒരു എമൗണ്ടും നമ്മൾ വാങ്ങിയിട്ടില്ല. അതിൽ 200 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് കാരണം കുറേ പേര് കോവിഡ് പോസിറ്റീവായി അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് 75 സ്റ്റുഡൻസിനാണ് അന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അവർ എപ്പിസോഡ്സ് കമ്പനിയിൽ നിന്ന് ഒരു 5 മീൻസ് അവിടുത്തെ HR എക്സിക്യൂട്ടീവ്സ് അവർ 5 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. 75 പേര് വന്ന് 31 പേർക്കാണ് സെലക്റ്റഡ് ആയത്. അവർ ലെവൽ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ റിട്ടേൺ ടെസ്റ്റ്, ദെൻ HR ഇൻ്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ടെക്നിക്കൽ ലെവൽ ഇൻ്റർവ്യൂ, ടെക്നിക്കൽ ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ HR ലെവൽ ഇൻ്റർവ്യൂ. ഈ 3 ലെവൽ പാസ്സായവർക്കാണ് അവരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരെ ജോയിനിങ് ഡേറ്റ് ഈ April 8 ആണ്. ഈ April 8-ാം തീയതി അവർ എപ്പിസോഡ്സ് കമ്പനിയിൽ ജോയിൻ ചെയ്യും. കോവിഡ് ചെയ്തു നെഗറ്റീവ് റിസൾട്ട് ആയവർ അവർ ജോയിൻ ചെയ്യും. പിന്നെ പെട്ടെന്ന് വേറെ കോവിഡ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് 8-ാം തീയതി ജോയിൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ്. ഇനിയും നമുക്ക് വേക്കൻസീസ് ഉണ്ട്. അവർക്കൊരു മെയ് അതേപോലെ ജൂൺ വരെയൊക്കെ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫ് സയൻസ് ഡിഗ്രിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. എനിക്ക് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ ആ ചെന്നൈ എപ്പിസോഡ്സ് കമ്പനിയിൽ ഇൻ്റർവ്യൂ, സാലറി റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അവരെ സാലറി റേഞ്ച് കുറച്ച് പേര് ചോദിക്കുന്നത് സാലറി റേഞ്ച് എന്താണെന്ന് ചോദിക്കുന്നത്. സാലറി റേഞ്ച് സ്റ്റാർട്ടിങ് 17,500 രൂപയാണ് അവരുടെ സ്റ്റാർട്ടിങ്. ഇതിൽ ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് വിത്ത് ഈ ഡോക്ടേഴ്സ്, അത് BMS BHMS പാരാമെഡിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർക്ക് സാലറി പാക്കേജ് കൂടുതലുണ്ട്. അതല്ലാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ഓഫാണ് കേട്ടോ. ഓക്കെ, ഇതായിരുന്നു നമ്മളിവിടെ ജോബ് ഡ്രൈവ് നടന്നതിൻ്റെ ഒരു റിവ്യൂ. ഇനി ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ജോബ് ഡ്രൈവ് കാണുന്നില്ല നിങ്ങൾ. ഇതായിരുന്നു നമ്മൾ ജോബ് ഡ്രൈവ് നടന്നിരുന്ന അന്ന് വന്ന സ്റ്റുഡൻസും കാര്യങ്ങളും. രജിസ്ട്രേഷൻ കൗണ്ടർ ആയിരുന്നു അത്. ഇത് മറ്റേത് പിള്ളേർ ക്ലാസ്സിൽ ഇരിക്കുന്ന റിട്ടേൺ ടെസ്റ്റിന് ഇരിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 സെഷനും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ സ്റ്റുഡൻസ് ആണ്. ഇതിൽ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടാത്തവരുണ്ട്. ഇതിൽ ഈ 4th മന്ത് നമ്മൾ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, സ്റ്റുഡൻസ് അവർ ഇൻ്റർവ്യൂവിലത്തെ ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് എഴുതുന്ന ഫോട്ടോസ് ആണ് ഈ കാണുന്നത് കേട്ടോ. കാണുന്നില്ല എല്ലാവരും? ഓക്കെ. ദെൻ ഇത് നമ്മളെ കോർഡിനേറ്റർ ആണ്, അത് ഞാനായിരുന്നു. ഓക്കെ, ഇതാണ് എപ്പിസോഡ്സ്. ഈ നിൽക്കുന്ന ആളെ എപ്പിസോഡ്സ് രമേശ് എന്ന് പറയും. എപ്പിസോഡ്സിൻ്റെ HR-ന്റെ മെയിൻ മാനേജറാണ്. എപ്പിസോഡ്സിൻ്റെ മാനേജറാണ് ആ നിൽക്കുന്നത്. ഇപ്പോൾ ആൾ സംസാരിക്കുന്നത് 31 സ്റ്റുഡൻസ് ലാസ്റ്റ് സെലക്ട് ചെയ്ത ആൾക്കാരെ 3ാമത്തെ ലെവൽ HR ഇൻ്റർവ്യൂ ആണ്. ഇതിൽ ഈ 31 പേരും സെലക്ട് ആയിട്ടുണ്ട്. അവരായിട്ട് ലാസ്റ്റ് അവരെ കമ്പനീനെ കുറിച്ചിട്ട് ഒരു PPT പോലെ ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, ഇനി അപ്കമിങ് കോഴ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിനി ഇവിടെ വരാൻ പോണ കോഴ്സാണ് ഓസ്ട്രേലിയൻ കോഡിങ്.
ഞാൻ പറഞ്ഞു തരാം എന്താണ് ഓസ്ട്രേലിയൻ കോഡിങ്ങും US കോഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. മെഡിക്കൽ ബില്ലിംഗ്, ഈ 2 കോഴ്സും ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണോ, ടൈം ഉണ്ടോ ഞാൻ പറഞ്ഞു തരണോ ഓസ്ട്രേലിയൻ കോഡിങ്ങും CPCയും തമ്മിലുള്ള ഡിഫറൻസ്? അതോ നിങ്ങൾക്ക് ഈ CPCയുടെ ബാക്കി കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്തിയാൽ മതിയോ? നിങ്ങളെ പോലെയാണ്, കാരണം നമ്മൾ പറഞ്ഞ ടൈം ആയി തുടങ്ങി, 3 മണിയായി. ഓക്കെ, നമ്മൾ നിങ്ങളോട് പറഞ്ഞ ടൈം ആയി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റ് കൂടി ഇരിക്കാൻ റെഡിയാണ്. ഓസ്ട്രേലിയൻ കോഡിങ്ങും ഈ US കോഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വേണമെങ്കിൽ പറഞ്ഞു തരാം. അല്ലെങ്കിൽ എല്ലാം കൂടി തല പുകയുന്നുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് ഞാൻ നമുക്ക് ഇനി വൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, CPC ഇനഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ CPCയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി പറഞ്ഞുതരാം. കോഴ്സ് പഠിക്കാൻ 27,000 രൂപ. ആ CPC എക്സാമിന് വരുന്ന ഫീസ് ഓൾമോസ്റ്റ് 46,000 രൂപയാണ് എക്സാമിന് വരിക. അത് നമുക്ക് അടക്കേണ്ട ഫീസല്ല. കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണ് ഫിനാൻഷ്യലി കേപ്പബിൾ ആണ് ജോബിന് പോകുന്നതിനെക്കാട്ടി മുന്നേ എഴുതിയെടുക്കേണ്ടതാണ് CPC എക്സാം. അപ്പോൾ നിങ്ങൾ ഇനി ഈ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഈ കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ ആരെ വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യണം. അവരുടെ നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ മാത്രം എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. 9645275326 കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരെ വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ കയ്യിലില്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നത്. ഇനി ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, വൈൻഡ് അപ്പ് ചെയ്യാം. ഈ സെക്ഷൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയോ അതോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയോ എന്നുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ വില്ലിംഗ് ആണെന്ന് വെച്ചാൽ ഒന്ന് പറയോ? ഒന്ന് മ്യൂട്ട് മാറ്റി ഒരാൾ പറയോ? ആരും വില്ലിംഗ് അല്ല? ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിവേ, ഇത്ര നേരം സഹകരിച്ചിരുന്നതിന് താങ്ക് യു. എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഡൗട്ട്സോ കാര്യങ്ങളോ, ഇനിയിപ്പോൾ ഇതന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീൽഡായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ എന്നെക്കൊണ്ട് അറിയണ രീതിക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിലിടാം. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. കാരണം മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും അതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. എനിവേ, താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വെബിനാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താലും മതി. ഇതേപോലെ ഇതിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മെഡിക്കൽ കോഡിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു PPTയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വെബിനാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. ഈ വെബിനാറോട് കൂടി നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ്ങിൻ്റെ എല്ലാ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്നാലാണ് വെബിനാർ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിക്കൽ കോഡിങ്ങിൻ്റെ നമ്മളെ നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ നെക്സ്റ്റ് ബാച്ച്. അതിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ റണ്ണിങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത് 29th നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അധികം അഡ്മിഷൻ പോസിബിൾ അല്ല, അത് അഡ്മിഷൻ ക്ലോസ്ഡ് ആയി. ഇനിയുള്ളതാണ് ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ഓൺലൈൻ ബാച്ച്, ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ഒരു ഓഫ്ലൈൻ ബാച്ച്, അതേപോലെ ഏപ്രിൽ 2nd വീക്കിൽ നമ്മളൊരു സൺഡേ ബാച്ച്. ഇത്രയാണ് നമ്മൾ അപ്കമിങ് ബാച്ചസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വെബിനാറും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.